നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നക്ഷത്രാടിസ്ഥാനത്തിലും ദിശാടിസ്ഥാനത്തിലും ഓരോരോ വ്യക്തികളും ധരിക്കേണ്ടതായ രത്നങ്ങൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുപോലെ ഏതേത് ക്ഷേത്രങ്ങളിൽ കൊടുത്ത് ഈ രത്നങ്ങൾ പൂജിച്ചാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നതിനെ കുറിച്ചും, അതോടൊപ്പം ഏതേത് തൊഴിലിന് ഏതേത് രത്നങ്ങൾ ധരിച്ചാൽ അനുകൂല അവസ്ഥ കൈവരിക്കുവാൻ സാധിക്കും എന്നതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നക്ഷത്രാടിസ്ഥാനത്തിൽ ധരിക്കേണ്ടതായ രത്നങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. കാർത്തിക, ഉത്രം, ഉത്രാടം ഇവർ ജനിക്കുന്നത് ആദിത്യ ദിശയിലാണ്. അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ ധരിക്കേണ്ടതായ രത്നം മാണിക്യമാണ്. മാണിക്യം ധരിക്കുന്നതിലൂടെ ഇവർക്ക് പലവിധ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും അംഗീകാരങ്ങളും ലഭിക്കുവാൻ ഈ രത്നം ധരിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്കും ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർ ഈ രത്നം ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ രത്നം പൂജിക്കേണ്ടത് ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലോ ആദിത്യ ക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ കൊടുത്ത് ഈ രത്നം പൂജിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. ഞായറാഴ്ച ദിവസം തന്നെ ഈ രത്നം ധരിക്കുന്നതും വളരെ ഉത്തമമാകുന്നു. രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ചന്ദ്രദിശയിലാണ്. ഇവർ ചന്ദ്രദിശയിൽ ജനിക്കുന്നത് കൊണ്ട് ഇവർ ധരിക്കേണ്ടതായ രത്നം മുത്താണ്. മുത്ത് ധരിക്കുന്നതിലൂടെ ഇവർക്ക് പലവിധ ഗുണാനുഭവങ്ങളാണ് വന്നു ഭവിക്കുന്നത്. അതായത് ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ പാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ, വ്യാപാരികൾക്ക് തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു രത്നം തന്നെയാണ് മുത്ത്. ഈ രത്നം ധരിക്കേണ്ട വിധം തിങ്കളാഴ്ച ദിവസം ദേവീ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. അതായത് ജാതകത്തിൽ ബലവാനായ ചന്ദ്രനാണ് എങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുന്നത് വളരെ ഉത്തമമാണ്. ബലഹീനത്വമുള്ള ചന്ദ്രനാണ് ജാതകത്തിലേതെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ കൊടുത്ത് പൂജിച്ചാലും ഉത്തമമാകുന്നു. തിങ്കളാഴ്ച ദിവസം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നു. അടുത്തതായി മകയിരം, ചിത്തിര, അവിട്ടം ഈ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. ചൊവ്വാദശയിൽ ജനിക്കുന്നത് കൊണ്ട് ഈ നക്ഷത്ര ജാതകർ ധരിക്കേണ്ടതായ രത്നം ചുമന്ന പവിഴമാണ്. ചുമന്ന പവിഴം ധരിക്കുന്നതിലൂടെ തൊഴിലിൽ അഭിവൃദ്ധിയും അംഗീകാരവും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ രത്നം ധരിക്കുന്നതിലൂടെ ഭൂമി വിൽപ്പനയ്ക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ഭൂമി വിൽപ്പന പെട്ടെന്ന് നടക്കുവാനും തൊഴിലിൽ അഭിവൃദ്ധിയും പ്രശസ്തിയും നേടുവാൻ കഴിയുന്നതാണ്. ഈ മോതിരം ധരിക്കേണ്ട ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊടുത്തോ അല്ല എങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ കൊടുത്തോ പൂജിക്കാവുന്നതാണ്. ജാതകത്തിൽ ഓജരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുക. ജാതകത്തിൽ ചൊവ്വ യുഗ്മരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. ആയില്യം, തൃക്കേട്ട, രേവതി, ബുധദശ ഈ നക്ഷത്ര ജാതകർ ധരിക്കേണ്ടതായ രത്നം മരതകമാണ്. മരതകം ധരിക്കുന്നതിലൂടെ പഠന കാര്യങ്ങൾക്ക് വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. അതുപോലെ വ്യാപാരികൾക്കും ഈ രത്നം ധരിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. ഈ രത്നം ധരിക്കേണ്ട ദിവസം ബുധനാഴ്ചയാണ്. ഈ രത്നം പൂജിക്കേണ്ടത് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലോ കൊടുത്ത് പൂജിച്ച് ബുധനാഴ്ച ദിവസം ധരിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. അടുത്തതായി പുണർദം, വിശാഖം, പൂരുരുട്ടാതി വ്യാഴദിശയിൽ ജനിക്കുന്ന ഈ നക്ഷത്ര ജാതകർ ധരിക്കേണ്ടതായ രത്നം മഞ്ഞ പുഷ്യരാഗമാണ്. മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതിലൂടെ പലവിധ ഗുണാനുഭവങ്ങളാണ് ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നത്. ബിസിനസ്സുകാർക്കും ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ രത്നം ധരിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. വ്യാഴാഴ്ച ദിവസമാണ് ഈ രത്നം ധരിക്കേണ്ടത്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ചു വാങ്ങിയാൽ ഉത്തമമാകുന്നു. അതോടൊപ്പം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ കൊടുത്ത് പൂജിക്കുന്നതും ഉത്തമമായി
കരുതപ്പെടുന്നു. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്ര ജാതകർ ശുക്രദശയിലാണ് ജനിക്കുന്നത്. ഈ നക്ഷത്ര ജാതകർ ധരിക്കേണ്ടതായ രത്നം വജ്രമാണ്. വജ്രം ധരിക്കുന്നതിലൂടെ കലയിൽ അഭിവൃദ്ധിയും അംഗീകാരവും പ്രശസ്തിയും നേടുവാൻ കഴിയുന്നതാണ്. വിവാഹത്തിൽ താമസം നേരിടുന്ന വ്യക്തികൾക്ക് വജ്രം ധരിക്കുന്നതിലൂടെ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുവാനും അനുകൂലമാകുന്നു. ഈ രത്നം ധരിക്കേണ്ട ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ പോയി പൂജിച്ച് ധരിക്കുന്നത് ഉത്തമമാകുന്നു. അല്ല എങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ചു വാങ്ങുന്നതും ഉത്തമമായി കരുതപ്പെടുന്നു. പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ശനിദശയിലാണ്. ശനിദശയിൽ ജനിക്കുന്നത് കൊണ്ട് ഈ നക്ഷത്ര ജാതകർ ധരിക്കേണ്ടതായ രത്നം ഇന്ദ്രനീലമാണ്. ഇന്ദ്രനീലം ധരിക്കുന്നതിലൂടെ ഇവർക്ക് പലവിധ തടസ്സങ്ങളും മാറുന്നതാണ്. ഏഴരശനി, കണ്ടകശനി, ജന്മശനി പോലുള്ള ദോഷങ്ങൾ മാറുവാനും ഇന്ദ്രനീലം സഹായിക്കുന്നതാണ്. കല്ല് ബിസിനസ്സോ യന്ത്രങ്ങളുടെ ബിസിനസ്സോ അല്ല എങ്കിൽ ഇരുമ്പ് ബിസിനസ്സോ മുതലായവയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ രത്നം ധരിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ഈ രത്നം ധരിക്കേണ്ട ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ കൊടുത്തോ നവഗ്രഹ ക്ഷേത്രത്തിൽ കൊടുത്തോ ഈ രത്നം പൂജിച്ച് ധരിക്കുന്നത് വളരെ ഉത്തമമാകുന്നു ഈ നക്ഷത്ര ജാതകർക്ക്. അടുത്തതായി തിരുവാതിര, ചോതി, ചതയം ഈ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് രാഹുർ ദശയിലാണ്. ഈ നക്ഷത്ര ജാതകർ ധരിക്കേണ്ടതായ രത്നം ഗോമേതകമാണ്. ഗോമേതകം ധരിക്കുന്നതിലൂടെ ഇവർക്ക് പലവിധ ഗുണാനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത്. സർപ്പബാധ, സർപ്പദോഷം മുതലായവ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഗോമേതകം ധരിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. രത്നം ധരിക്കേണ്ടതായ ദിവസം ഞായറാഴ്ച ദിവസം അല്ല എങ്കിൽ പഞ്ചമി, ആയില്യം മുതലായ ദിവസങ്ങളിൽ സർപ്പക്ഷേത്രങ്ങളിൽ കൊടുത്ത് പൂജിക്കുകയോ അല്ല എങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ കൊടുത്ത് പൂജിക്കുന്നതോ വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. അടുത്തതായി അശ്വതി മകം മൂലം ഈ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് കേതു ദശയിലാണ്. കേതു ദശയിൽ ജനിക്കുന്നത് കൊണ്ട് ഈ നക്ഷത്ര ജാതകർ ധരിക്കേണ്ടതായ രത്നം വൈഡൂര്യമാണ്. വൈഡൂര്യം ധരിക്കുന്നതിലൂടെ ഇവർക്ക് പലവിധ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. വൈഡൂര്യം ധരിക്കേണ്ടതായ ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് അല്ല എങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ധരിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. അടുത്തതായി ഓരോ ദശയിലും ധരിക്കേണ്ട രത്നങ്ങൾ ഏതൊക്കെ? ആദിത്യ ദിശയിൽ ധരിക്കേണ്ടതായ രത്നം മാണിക്യമാണ്. ചന്ദ്രദിശയിൽ ധരിക്കേണ്ടതായ രത്നം മുത്താണ്. ചൊവ്വാദിശയിൽ ധരിക്കേണ്ടതായ രത്നം ചുമന്ന പവിഴമാണ്. ബുധദിശയിൽ ധരിക്കേണ്ടതായ രത്നം മരതകമാണ്. വ്യാഴദിശയിൽ ധരിക്കേണ്ടതായ രത്നം മഞ്ഞ പുഷ്യരാഗമാണ്. ശുക്രദിശയിൽ ധരിക്കേണ്ടതായ രത്നം വജ്രമാണ്. ശനിദിശയിൽ ധരിക്കേണ്ടതായ രത്നം ഇന്ദ്രനീലമാണ്. രാഹുർ ദിശയിൽ ധരിക്കേണ്ടതായ രത്നം ഗോമേതകമാണ്. കേതു ദിശയിൽ ധരിക്കേണ്ടതായ രത്നം വൈഡൂര്യമാണ്. ഈ രീതിയിലാണ് നക്ഷത്ര ദശാടിസ്ഥാനത്തിൽ രത്നങ്ങൾ ധരിക്കേണ്ടത്. ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾ ശത്രുക്ഷേത്ര സ്ഥിതനാണ് എങ്കിൽ ഈ രത്നങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. നക്ഷത്ര അടിസ്ഥാനത്തിൽ ധരിക്കുമ്പോൾ നക്ഷത്ര അധിപനായ ഗ്രഹം ശത്രുക്ഷേത്ര സ്ഥിതനോ നീചത്തിലോ മൗഢ്യത്തിലോ ആണ് എങ്കിൽ അതാത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായ രത്നങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ ലഗ്നാധിപന്റെ ബലാബലം കൂടി കണക്കിലാക്കി രത്നങ്ങൾ ധരിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.